പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയാ ഇന്നലത്തെ ഓർത്തഡോക്സ് സഭയുടെ തീറ്റ മത്സരം. നിയമസഭയിൽ സീറ്റ് ഉറപ്പിക്കാനായിരുന്നു മത്സരം. അവസാനം ഉറച്ചത് സീറ്റല്ലെന്ന് മാത്രം. 300 പേർക്ക് ഒരുക്കിയ തീറ്റ കഴിക്കാൻ 100 പേര് പോലും വന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ ചില മന്ത്രിമാരും പാർട്ടി നേതാക്കളും ചില ഇത്തൽക്കണ്ണികളുമല്ലാതെ ആരും വന്നില്ല. കഷ്ടിച്ച് 100 പേർ മാത്രം. എല്ലാ മന്ത്രിമാരെയും വിളിച്ചു, ഏതാനും പേരൊഴിച്ച് മറ്റാരും പങ്കെടുത്തുമില്ല. പിന്നെ 2 മുന്നണിയിലുമുള്ള കേരള കോൺഗ്രസ്സുകാർ പങ്കെടുത്തു. അവരെ കാലിൽ വീണ് പങ്കെടുപ്പിച്ചു. കാരണം സീറ്റ് തരേണ്ടത് അവരാണ്, പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പ്. തിരുവല്ല സീറ്റാണ് നോട്ടം. അതിനാണ് PJയും മകൻ അപ്പുവിനെയും കൈയും കാലും പിടിച്ചെത്തിച്ചത്. ജോസ് കെ മണിയെ കൊണ്ടുവന്നത് റാന്നി സീറ്റിനാണ്. കോൺഗ്രസിൽ തരാൻ സീറ്റില്ലെന്ന് ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുക്കാതിരുന്നത്. പിന്നെയുള്ള പ്രതീക്ഷ CPM ആണ്. ആറന്മുള വീണ ജോർജിനെ മാറ്റി ആ സീറ്റ് തരുമോ എന്ന് CPMനോട് ചോദിച്ചു. എവിടെ കിട്ടാൻ? ആറന്മുളയിൽ വീണ ജോർജ് തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നെയുള്ള പ്രതീക്ഷ BJP ആണ്. വേറെ ആരും വന്നില്ലെങ്കിൽ BJPയിൽ മത്സരിക്കും. പക്ഷേ സീറ്റ് തരേണ്ട രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തില്ല. ആളുകളുടെ പങ്കാളിത്തം കുറഞ്ഞതിൽ ക്ഷീണമായിപ്പോയി. കവാടത്തിൽ നീന്തി നടന്ന ആമയും മുയലും പ്രതീക്ഷിച്ച ആളുകളെ കാണാത്തതിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. പിന്നെ കരടിയുടെ അഭാവം പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. കാരവാൻ കേടായതുകൊണ്ടാണ് സമയത്ത് എത്താൻ കഴിയാതെ പോയത്. മെത്രാന്മാരുടെ അഭാവവും ശ്രദ്ധിക്കപ്പെട്ടു. 4-5 പേര് മാത്രമാണ് പങ്കെടുത്തത്. എല്ലാവരെയും പല പ്രാവശ്യം ഓർമ്മിപ്പിച്ചതാ. അവരും മുഖം തിരിച്ചു. മൊത്തത്തിൽ കൈവിട്ടുപോയി എന്ന് വേണം വിലയിരുത്താൻ. ഒരു സഭയുടെ മേലധ്യക്ഷൻ ചേർന്ന പണിയാണോ ഇന്നലെ കാട്ടിക്കൂട്ടിയത്? അത്ര നിർബന്ധമാണെങ്കിൽ ദേവലോകത്ത് വിളിച്ച് സൽക്കരിക്കണമായിരുന്നു. പാവങ്ങളുടെ നേർച്ചപ്പടവും കാണിക്കയും എടുത്ത് 5 സ്റ്റാർ ഹോട്ടലിലൊരുക്കിയ ഈ വിരുന്ന് കൊണ്ട് സഭയ്ക്കോ സഭാവിശ്വാസികൾക്കോ എന്താണ് പ്രയോജനം? ലക്ഷങ്ങൾ പൊടിപൊടിച്ചത് ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി? വിശ്വാസികളുടെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ആര് മറുപടി നൽകും? അപ്പോൾ ധൂർത്തടിക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കും. ഈ പൈസ കൊണ്ട് അത്താഴ പട്ടിണി കിടക്കുന്ന സഭാവിശ്വാസികളെ വിളിച്ചുകൂട്ടി ഒരു നേരത്തെ ആഹാരം കൊടുക്ക്. അവരുടെ പ്രാർത്ഥന എന്നും ഉണ്ടായനെ. ഉളുപ്പ് വേണം, ഉളുപ്പ്.